ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുക്കെ അനുകരണീയവും മാതൃകായോഗ്യവുമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാൻ സാധിക്കും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്. ഏത് വിഷയത്തിൽ എന്ന് മെൻഷൻ ചെയ്തു പറയാതെ എല്ലാ വിഷയത്തിലും ഓരോ ചലന നിശ്ചലനങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാനവലോകത്തിന് ഉദാത്തമായ മാതൃകയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാര ശൈലി, ജനങ്ങളോട് അഭിമുഖീകരിക്കുന്ന സമയത്തുള്ള അവിടുത്തെ പെരുമാറ്റ രീതി, അവിടുത്തെ അഭിസംബോധനയുടെ രൂപങ്ങൾ എല്ലാം ഉദാത്തമായ മാതൃകകൾ നിറഞ്ഞതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ തിരുപത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം തുരുതുരെ പറയുന്ന ഒരു ശൈലി അതായിരുന്നില്ല നബി തങ്ങളുടേത്. അതേസമയം വളരെ ക്ലാരിറ്റിയോടെ, വ്യക്തതയോടെ പറയുന്ന ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളും വേറിട്ട് ശ്രോതാക്കൾക്ക് മുഴുവനായി ഗ്രാഹ്യമാകും വിധമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാര ശൈലി. അതുപോലെ അവിടുത്തെ സംസാര ശൈലി പരിചയപ്പെടുത്തുന്ന മറ്റൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് 2 or 3 തവണ അത് ആവർത്തിച്ച് ജനമനസ്സുകളിൽ, ശ്രോതാക്കളുടെ ഹൃത്തടങ്ങളിൽ വേരൂന്നും വിധം ആവർത്തിച്ചു പറയുന്നൊരു ശൈലിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരത്തിൽ കാണാറുണ്ടായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാര ശൈലിയുടെ മറ്റൊരു സവിശേഷതയാണ് ബുഇസ്തു ബി ജവാമിഉൽ കലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വളരെ ചെറിയ വാചകങ്ങളിൽ വലിയ ആശയങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള അപാരമായ കഴിവ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അള്ളാഹു നൽകിയ സവിശേഷതകളിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാര ശൈലിയെക്കുറിച്ച് സ്വഹാബത്ത് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വാചകങ്ങളും വളരെ പ്രൊണൗൺസിയേഷനൊത്ത, വളരെ ഉച്ചാരണങ്ങൾ വളരെ സ്ഫുടമായ നിലക്ക് കേൾക്കുന്നയാളുകൾക്ക് ഓരോ വാചകങ്ങളും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും വിധം വളരെ വ്യക്തതയോടുകൂടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരങ്ങൾ അഖിലവും. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശൈലി ഹദീസുകളിലെല്ലാം കാണാം, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തൊആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തൻ്റെ സംസാരത്തിൽ സഭ്യതരമായ ശൈലി ഒരിക്കലും അവിടുന്ന് പ്രയോഗിക്കാറുണ്ടായിരുന്നില്ല. വലാ ലആൻ, അതുപോലെ ശാപ വാക്കുകൾ, ജനങ്ങളെ ശപിക്കുന്ന അത്തരം വാക്ക് പ്രയോഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിക്കാറുണ്ടായിരുന്നില്ല. അതുപോലെ മോശം സംസാരങ്ങൾ, അതുപോലെ തരം താന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ, ഇത്തരം ജനങ്ങളെ ചടപ്പിക്കുകയും മടുപ്പിക്കുകയും വെറുപ്പിക്കുകയും ചെയ്യുന്ന ശൈലിക്ക് പകരം ജനങ്ങളുടെ മനസ്സുകളെ ആകർഷിപ്പിക്കുന്ന, അവരുടെ മനസ്സുകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള ശൈലികളും രൂപഭാവങ്ങളും ബോഡി ലാംഗ്വേജുകളും ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാര ശൈലി എന്ന് വിവിധ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബിതങ്ങളിൽ അത്യുത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞെടുത്ത് സംസാരം, അതുപോലെ പെരുമാറ്റ ശൈലി, പ്രഭാഷകരും അതുപോലെ ക്ലാസ് എടുക്കുന്നവരും ജനങ്ങളോട് സംബോധന നടത്തുന്നവരുമൊക്കെ ഏറെ അനുകരിക്കാൻ പറ്റുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ, സംസാരത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. അള്ളാഹു അത് പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.